ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 924 നിന്നും 925 പോകണമെന്ന് പറഞ്ഞത് തെറ്റാണ് കേട്ടോ. തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഷോ 2024 to 2025 2024 2025 പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് കഴിഞ്ഞു, പാസ്റ്റ് കഴിഞ്ഞു, പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ടെൻസാണ്. ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോം. ഫ്യൂച്ചർ ടെൻസ് സാധാരണയായിട്ട്, അതായത് കോമൺ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് വിൽ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ, ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? അതായത് ഒരു വെർബിനെ ഇൻഫിനിറ്റീവ് ആക്കണമെങ്കിൽ അതിൻ്റെ മുൻവശത്ത് ടു ചേർത്താൽ മതി. ഇപ്പോൾ ഗോ, ഇൻഫിനിറ്റീവ് ടു ഗോ, കം ടു കം, ഈറ്റ് ടു ഈറ്റ്, വാക്ക് ടു വാക്ക്, ടോക്ക് ടു ടോക്ക്. ഇപ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഇല്ലാതെ, ടു എന്ന പാർട്ടിക്കിൾ ഇല്ലാതെ വരുന്ന ഇൻഫിനിറ്റീവിനെയാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ബെയർ എന്ന് വെച്ചാൽ നമ്മുടെ അതങ്ങ് എടുത്ത് ടു എന്നുള്ള പാർട്ടിക്കിൾ ഇല്ലാത്ത എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇൻഫിനിറ്റീവിന് ഒരു പ്രത്യേകത ഉള്ളത്. ഇൻഫിനിറ്റീവ് ഒരിക്കലും മാറുകയില്ല, മാറ്റത്തിന് വിധേയമല്ല. ഇൻഫിനിറ്റീസ് നെവർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഐ ഗോ, യു ഗോ, ഹീ ഗോസ്. ഉണ്ടോ? ഗോയ്ക്ക് മാറ്റം വേണം, അത് ഇൻഫിനിറ്റീവ് അല്ലാത്തതുകൊണ്ടാണ്. അതേസമയം നമ്മൾ പറയണേ he has to go, I have to go, you have to go, he has to go, she has to go. ഉണ്ടോ? മാറ്റമില്ല. മനസ്സിലാവുന്നു? അതാണ് ഇൻഫിനിറ്റീവിൻ്റെ പ്രത്യേകത. ഇൻഫിനിറ്റീവിന് ഒരിക്കലും മാറ്റമില്ല. അപ്പം സാധാരണയായിട്ട് നിങ്ങൾ ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് വിൽ പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്, പക്ഷേ ടു ഇല്ല. അതുകൊണ്ടാണ് വിൽ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഐ വിൽ ഗോ, യു വിൽ ഗോ, ഹി വിൽ ഗോസ് എന്ന് എന്താ പറയാത്തത്? എന്തുകൊണ്ടാണ് ഗോസ് എന്ന് പറയാത്തത്? ഉത്തരവാണ് അതൊരു ഇൻഫിനിറ്റീവാണ്, ടു ഇല്ലെന്നേ ഉള്ളൂ. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് അതിനകത്ത് രണ്ട് മെമ്പേഴ്സുണ്ട്. ആദ്യത്തെ മെമ്പറാണ് വിൽ, രണ്ടാമത്തെ മെമ്പറാണ് ഇൻഫിനിറ്റീവ്. എന്താ ആ ഇൻഫിനിറ്റീവിൻ്റെ പ്രത്യേകത? ടു ഇല്ല. അതുകൊണ്ട് അതിനെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഒരു ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ വിൽ ടു ഗോ, വിൽ ടു ഈറ്റ്, വിൽ ടു ടോക്ക്, വിൽ ടു വാക്ക്, വിൽ ടു സീ, വിൽ ടു മീറ്റ്, ഇങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ ആ ടു അങ്ങ് എടുത്ത് കളഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നതും അതിന് മാറ്റമില്ലാത്തത്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ചോദ്യങ്ങൾ പറയും എന്തുകൊണ്ട് ഹീ വിൽ ഗോസ് എന്ന് പറയുന്നില്ല, അല്ലേ? അതാണ് ഹീ വിൽ ടു ഗോ എന്നാണ്, ടു ഇല്ല. അതുകൊണ്ട് അത് ശരിക്കും അത് ഇൻഫിനിറ്റീവ് ആണ്. ടു ഇല്ലാത്തതുകൊണ്ടാണ് അത് ബെയർ ഇൻഫിനിറ്റീവ് ആകുന്നത്. ഇതാണ് എൻ്റെ ഫോം. മനസ്സിലായി? ബാക്കി ഉള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ഫോം ഓഫ് ദി ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് വിൽ പ്ലസ് ഇൻഫിനിറ്റീവ്. ടു ഇല്ലാത്തത്, ടു അവിടുന്ന് മാറ്റുകയാണ്. പറയാനുള്ള ഒരു സുഖമില്ല എളുപ്പത്തിന്. വിൽ ടു ഗോ എന്നുള്ളതിന് പകരം വിൽ ഗോ. ആ ടു ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഫോം ഓഫ് ദി ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിൽ പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്, ടു ഇല്ലാത്തതുകൊണ്ട് ബെയർ ഇൻഫിനിറ്റീവ്.
അതിന് ഒരിക്കലും മാറ്റം ഉണ്ടായിരിക്കില്ല. ഇത് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇൻഫിനിറ്റീവ് എന്താണെന്നും ബെയർ ഇൻഫിനിറ്റീവ് എന്താണെന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും അതൊരു ബേസ്, അതായത് ഫസ്റ്റ് ഫോം ഓഫ് ദി ആദ്യത്തെ വെർബിൻ്റെ ആദ്യത്തെ ഫോമാണെന്ന് നമ്മൾ പറയും. അതാണ് ബെയർ ഇൻഫിനിറ്റീവ് അല്ലെ ബേസ് ഫോം എന്ന് പറയുന്നത്. ബേസ് ഫോം, ബേസ് ആദ്യത്തെ ഫോം, വെർബിൻ്റെ ആദ്യത്തെ രൂപം. വെർബിൻ്റെ ആദ്യത്തെ ഇപ്പം വിൽ, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് വിൽ പ്ലസ് വെർബിൻ്റെ ആദ്യത്തെ രൂപം, അതാണ് ഇൻഫിനിറ്റീവ്, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. മനസ്സിലായോ? നാളെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഇതിനെപ്പറ്റി. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം മുതൽ ഓർക്കുവാണെങ്കിൽ നമുക്കത് പറഞ്ഞു തീർക്കാനുള്ളതേ ഉള്ളൂ. അതായത് ഐ വിൽ ഗോ, യു വിൽ ഗോ, ഹി വിൽ ഗോ, ഷീ വിൽ ഗോ, ഇറ്റ് വിൽ ഗോ, വി വിൽ ഗോ, യു വിൽ ഗോ, ദേ വിൽ ഗോ. ഒരു മാറ്റമില്ല, വളരെ സിമ്പിളാണ്. മാറ്റമില്ലാത്തതിൻ്റെ കാര്യം പറയാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഏതാ ഈ ഇൻഫിനിറ്റീവും ബെയർ ഇൻഫിനിറ്റീവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഐ വിൽ ഗോ, വിൽ നോട്ട് ഗോ. രണ്ട് ഭാഗങ്ങളുണ്ടെങ്കിൽ നോട്ട് ചേർക്കുന്ന എവിടെയാണെന്ന് നമുക്കറിയാം അല്ലേ? വിൽ നോട്ട് ഗോ, I will not go, you will not go, he will not go, she will not go, it will not go, they will not, we will not go, you will not go, and they will not go. So അതാണ് നെഗറ്റീവ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് വില്ലിൻ്റെ അല്ല. വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോം വില്ലിൻ്റെ അല്ല, പിന്നെന്താ? വോണ്ട്സ്. WON'. വോണ്ട്സ്. WON. വിൽ നോട്ടിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് വിൽ പ്ലസ് നോട്ട് എന്ന് പറയുമ്പം വോണ്ട്. ഇതാണ്. അപ്പം നമ്മളിപ്പം ഇതിനെല്ലാം നെഗറ്റീവ് ആക്കി പറയണമെങ്കിൽ ഓൺ ഗോ, ഓൺ ഈറ്റ്, ഓൺ വാക്ക്, ഓൺ ടോക്ക്, ഓൺ സിങ്. ഐ won't go, you won't go, he won't go, she won't go, it won't go, we won't go, you won't go, they won't go. ബാക്കി കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒന്ന് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. ഇപ്പം മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒന്ന്, ഇൻഫിനിറ്റീവും ബെയർ ഇൻഫിനിറ്റീവും തമ്മിലുള്ള വ്യത്യാസം. രണ്ട്, വില്ലിന് ശേഷം വരുന്ന വെർബിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ബെയർ ഇൻഫിനിറ്റീവാണ്. മൂന്ന്, അതുകൊണ്ട് അതിന് മാറ്റം വരത്തില്ല. പിന്നെ ഞാൻ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെ, ഒന്നിനും ഒരു സബ്ജക്റ്റ് അനുസരിച്ച് മാറുന്നില്ല. അടുത്തത് നെഗറ്റീവ് നോട്ട് ചേർക്കുക. അതിൻ്റെ ഷോർട്ട് ഫോമാണ് വോണ്ട്. വില്ലിൻ്റെ അല്ല, വോണ്ട്. I won't go, WON'. I won't go. നമുക്ക് നാളെ കാണാം. അതുവരെ